കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ആഷ്ലി വെസ്റ്റ്വുഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത 5 അൺനോൺ ഫാക്റ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കന്തീരവേല് ശരിക്കും നമുക്ക് ആ ഹിസ്റ്റോറിക് മോമെന്റ് തന്നത് ബംഗളൂരു FC ഗോഡ് ഫാദർ ആണെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ലിറ്ററലി രോമാഞ്ചം ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് എനി ബെറ്റർ. ഇത്രയും മോശം സീസണിൽ വെസ്റ്റ്വുഡ് തന്നെ വന്ന് നമുക്ക് ആ ജയം നേടി തന്നിരിക്കുന്നു. ആഷ്ലി വെസ്റ്റ്വുഡ് നമ്മുടെ ക്ലബിലേക്ക് വന്നപ്പോൾ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു BFCയിൽ വെസ്റ്റ്വുഡ് കൊണ്ടുവന്ന ആ ഒരു റെവല്യൂഷൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത ഒരാളാണ്. പക്ഷെ അത്രയും ക്ലോസ് ആയിട്ട് ഇയാളെ പഠിച്ച് എനിക്ക് പോലും ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു. അത്രയ്ക്കും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എന്തായാലും തുടങ്ങാം. ആഷ്ലി വെസ്റ്റ്വുഡ് ഒരു ഇംഗ്ലണ്ടുകാരനാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ആദ്യമായിട്ടൊരു ഫുട്ബോൾ തട്ടുന്നത് അതങ്ങ് സൗദി അറേബ്യയിലാണ്. ആഷ്ലിക്ക് വെറും 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ കുടുംബം മാഞ്ചസ്റ്ററിനടുത്ത് അവർ താമസിച്ചിരുന്ന ആഷ്ലി എന്ന ഹോം ടൗൺ വിട്ട് നേരെ സൗദി അറേബ്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ആഷ്ലിയുടെ അച്ഛന് അവിടുത്തെ നാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി ശരിയായി. അങ്ങനെയാണ് പുള്ളി ഫാമിലി ആയിട്ട് ഈ രാജ്യത്തേക്ക് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത് 1985 നടക്കുന്ന സംഭവമാണ്. ആ ഒരു സമയത്ത് സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന എല്ലാ ബ്രിട്ടീഷ് എക്സ്പാറ്റ്സിനെയും പോലെ ഇവരും ഒരു ക്ലോസ്ഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് താമസിച്ചിരുന്നത്. ആഷ്ലിയും സഹോദരങ്ങളും ആ സമയത്ത് സ്കൂളിൽ പോലും റെഗുലർ ആയിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ടിനുള്ളിലെ മണ്ണിലും ചെളിയിലുമാണ് ആദ്യമായിട്ട് ആഷ്ലി ഫുട്ബോൾ തട്ടി കളിച്ചു തുടങ്ങുന്നത്. 1.5 വർഷത്തെ സൗദി അറേബ്യൻ ജീവിതത്തിന് ശേഷം ആഷ്ലിയും കുടുംബവും വീണ്ടും തിരിച്ച് മാഞ്ചസ്റ്ററിനടുത്തുള്ള ആ കൊച്ചു പട്ടണത്തിലേക്ക് താമസം മാറി. എന്നിട്ട് അവിടുത്തെ ഒരു ലോക്കൽ ക്ലബ്ബിൽ ആഷ്ലി കളിച്ചു തുടങ്ങി. തൻ്റെ 15-ാം വയസ്സിൽ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തിനെ സ്പോട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ അവർ ആഷ്ലിക്ക് ഒരു 1 ഇയർ കോൺട്രാക്ട് നൽകി. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചതെല്ലാം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ജോയിൻ ചെയ്തത് യുണൈറ്റഡിന്റെ അക്കാഡമിയിലാണെങ്കിലും ആഷ്ലി വെസ്റ്റ്വുഡ് ചെറുപ്രായം തൊട്ടേ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഫാനാണ്. വെസ്റ്റ്വുഡിന്റെ ഫുട്ബോളിനെ കുറിച്ച് പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു ടെക്നിക്കലി ഗ്രേറ്റ് ആയ പ്ലെയർ ഒന്നും അല്ലെങ്കിലും ഒരു ഫുട്ബോൾ പിച്ചിൽ ഒരിക്കലും അനാവശ്യ ടെൻഷനുകൾ എടുത്തിട്ടില്ല. എപ്പോഴും ആ ഒരു എബിലിറ്റിയിൽ ഉറച്ച വിശ്വാസത്തിൽ ഉറച്ച കോൺഫിഡൻസോടെ കളിച്ചിരുന്ന ഒരു പ്ലെയർ. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാഡമിയിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും ബെസ്റ്റ് യൂത്ത് ബാച്ചാണ് ക്ലാസ് ഓഫ് 92. ഡേവിഡ് ബെക്കം, റയൻ ഗിഗ്സ്, പോൾ സ്കോൾസ്, ഗാരി ഫിൽ നെവില്, അതുപോലെ നിക്കി ബട്ട്, ഇവരെല്ലാം അടങ്ങുന്ന ആ ക്ലാസ് ഓഫ് 92-ന് ശേഷമുള്ള ബാച്ചിലാണ് ആഷ്ലി വെസ്റ്റ്വുഡ് ജോയിൻ ചെയ്തത്. 94-95 സീസണിൽ FA യൂത്ത് കപ്പ് ജയിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന്റെ ക്യാപ്റ്റൻ ഫിൽ നെവിൽ ആയിരുന്നു. ആ ടീമിൽ ആഷ്ലി വെസ്റ്റ്വുഡും ഉണ്ടായിരുന്നു. അന്നത്തെ 2 ലെഗുള്ള ഫൈനലിന്റെ ആദ്യ മത്സരത്തിൽ 2-1 യുണൈറ്റഡ് ടോട്ടനമിനോട് തോറ്റു. പിന്നീട് സെക്കൻഡ് ലെഗിൽ 89-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ച് യുണൈറ്റഡ് ആ മത്സരം പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടുപോയി. ഷൂട്ടൗട്ടിലെ ആദ്യ പെനൽറ്റി ക്യാപ്റ്റനായ ഫിൽ നെവിൽ മിസ് ചെയ്തു. പക്ഷെ പിന്നീട് യുണൈറ്റഡ് ആ ഷൂട്ടൗട്ട് ജയിക്കുകയും ആഷ്ലി വെസ്റ്റ്വുഡും ഫിൽ നെവിലും ഒരുമിച്ച് ആ FA യൂത്ത് കപ്പ് ഉയർത്തുകയും ചെയ്തു. ഈ കപ്പ് അടിച്ചതിന്റെ അടുത്ത സീസൺ തന്നെ ആഷ്ലി വെസ്റ്റ്വുഡ് തന്റെ കരിയറിലെ ഒരു വലിയ തീരുമാനം എടുത്തു. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നിട്ട് കാര്യമില്ല, സീനിയർ ലെവലിൽ റെഗുലർ ആയിട്ട് കളിക്കണമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ക്ലബിൽ പോകണം. എന്തുകൊണ്ടാണ് വെസ്റ്റ്വുഡിന് അങ്ങനെ തോന്നിയതെന്ന് അടുത്ത പോയിന്റിൽ പറയാം. വെസ്റ്റ്വുഡ് ആക്ച്വലി ആ തീരുമാനം എടുക്കാൻ കാരണം ഒരു പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ആ സെയിം വർഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാഡമിയിൽ വെസ്റ്റ് ബ്രൗൺ ഫേമസ് ആവുന്നത്. വെസ്റ്റ്വുഡിനേക്കാളും ഒരു ബാച്ച് പുറകിലാണെങ്കിൽ കൂടി അപ്പോൾ ആ ക്ലബിലുള്ള ഏറ്റവും മികച്ച സെന്റർ ബാക്ക് പ്രോസ്പെക്റ്റ് ആയിട്ട് വെസ്റ്റ് ബ്രൗൺ മാറി. വെസ്റ്റ്വുഡ് ആക്ച്വലി ആ ടൈമിൽ യുണൈറ്റഡിന്റെ എല്ലാ ടീമുകളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 10th ചോയ്സ് സെന്റർ ബാക്ക് ആയിരുന്നെന്നാണ് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് സീനിയർ ലെവലിൽ കിട്ടാൻ അന്ന് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിരുന്ന ക്രൂ അലക്സാൻഡ്രയിലേക്ക് 40,000 പൗണ്ടിന്റെ ഒരു ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് വെസ്റ്റ്വുഡ് യുണൈറ്റഡ് വിട്ടു. ഈ ഒരു തീരുമാനം വെസ്റ്റ്വുഡ് എടുക്കുന്നത് യുണൈറ്റഡ് ആക്ച്വലി ഒരു 2 വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഏത് കടുത്ത തീരുമാനം എടുക്കാൻ വളരെ ചെറുപ്രായത്തിലെ വെസ്റ്റ്വുഡിന് ഒരു മടിയുമില്ലായിരുന്നു. പിന്നീട് ക്രൂ അലക്സാൻഡ്രയിൽ 3 സീസണിൽ 100ഓളം സീനിയർ മത്സരങ്ങൾ കളിച്ചു. ശരിക്കും വെസ്റ്റ്വുഡിന്റെ ഈ ഇംഗ്ലണ്ടിലെ ലോവർ ലീഗിലെ എക്സ്പീരിയൻസ് ആണ് ആ ടഫ് മെന്റാലിറ്റിനെ ഷേപ്പ് ചെയ്തത്. അന്ന് വെസ്റ്റ്വുഡിന് വിലങ്ങുതടിയായ വെസ്റ്റ് ബ്രൗൺ 15 വർഷമാണ് യുണൈറ്റഡിന്റെ സീനിയർ ടീമിൽ കളിച്ചത്. ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ ഡൊമസ്റ്റിക്കലി ജയിക്കാവുന്ന എല്ലാ ട്രോഫിയും വെസ്റ്റ് ബ്രൗൺ ജയിക്കുകയും ചെയ്തു. പിന്നീട് 2017 മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അസിസ്റ്റന്റ് കോച്ചായ റെനെ മ്യൂളൻസ്റ്റീന്റെ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും വന്നു.
അവസാനത്തെ 2 ഫാക്റ്റുകളും കുറച്ച് പേഴ്സണൽ ആണ്. അതിൽ ആദ്യത്തേത് ആഷ്ലി വെസ്റ്റ്വുഡിന്റെ പഴയ ഗേൾഫ്രണ്ടായ മെൽ മക്ലോക്ലിനെ കുറിച്ചാണ്. മെൽ മക്ലോക്ലിനും വെസ്റ്റ്വുഡും ഏകദേശം 10 വർഷം ഡേറ്റ് ചെയ്തിരുന്നു. മെൽ ആക്ച്വലി ഒരു ഓസ്ട്രേലിയക്കാരിയാണ്, സ്പോർട്സ് പ്രസന്റർ ആണ്. പക്ഷെ കോയിൻസിഡന്റലി ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. 2015 സ്റ്റാറിന് വേണ്ടി എന്തോ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിനായിട്ട് മെൽ ഇന്ത്യയിൽ എത്തുന്നു. വെസ്റ്റ്വുഡും ആ സമയത്ത് ഇവിടെ ഒരു TV പണ്ഡിറ്റായിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ മീറ്റ് ചെയ്യുന്നു, അവരൊരു റിലേഷൻഷിപ്പിലാവുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം ലൈവ് TVയിൽ മെല്ലിന് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിന് കാരണക്കാരൻ നമ്മുടെ ക്രിസ് ഗെയിലും. അന്ന് 2016 ബിഗ് ബാഷ് കവർ ചെയ്തുകൊണ്ടിരുന്ന മെല്ലിനോട് ഗെയിൽ ഒരു ഇന്റർവ്യൂവിനിടയ്ക്ക് ഒരു ഡ്രിങ്കിന് വരുന്നോ എന്നൊക്കെ ചോദിച്ച് ആകെ അലമ്പാക്കി. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം $10,000 ഗെയിലിന് ഫൈൻ അടയ്ക്കേണ്ടി വന്നു. പബ്ലിക് ആയിട്ട് അപ്പോളജിയും പറയേണ്ടി വന്നു. വെസ്റ്റ്വുഡ് ആയിട്ടുള്ള 10 വർഷത്തെ റിലേഷൻഷിപ്പ് അവസാനിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ മാസം മാർച്ചില് തനിക്ക് ലങ് ക്യാൻസർ ആണെന്ന് മെല്ല് കൺഫേം ചെയ്തിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആഷ്ലി വെസ്റ്റ്വുഡിന്റെ ബൈസെപ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ഫിറ്റ് ആയിട്ടുള്ള കോച്ചാണ് പുള്ളി. അത് മാത്രമല്ല, വേണ്ടി വന്നാൽ ആ കൈമടക്കി ഒന്ന് തരാനും ഒരു മടിയില്ലെന്ന് അയാൾ തെളിയിച്ചിട്ടുണ്ട്. 2010 ഞാൻ ഈ പറഞ്ഞ സംഭവം. ആ ഒരു വർഷം റെക്സം വിട്ട ആഷ്ലി വെസ്റ്റ്വുഡ് നോൺ ലീഗ് ക്ലബായ കെറ്ററിംഗ് ടൗണിൽ ജോയിൻ ചെയ്തു. ആ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഏതാനും മാസങ്ങൾ മുമ്പ് ഒരു പോലീസ് ഓഫീസറിനെ മുട്ടുകൈ കൊണ്ട് താങ്ങിയതിനാണ് വെസ്റ്റ്വുഡിന് കോടതി കയറേണ്ടി വന്നത്. ഇംഗ്ലണ്ടിലെ നോർത്ത് ആംപ്ടണിൽ ഒരു ട്രാഫിക് സിഗ്നൽ ഇഗ്നോർ ചെയ്ത് വണ്ടി ഓടിച്ചതിന് പോലീസ് വെസ്റ്റ്വുഡിനെ തടഞ്ഞു. ആദ്യം തന്നെ വെസ്റ്റ്വുഡ് ക്ഷമ ചോദിച്ചെങ്കിലും പുള്ളി ചെറുതായിട്ടൊന്ന് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെന്ന് പോലീസ് നിർബന്ധിച്ചു. ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് പുള്ളി നൈസായിട്ട് മുട്ടുകൈ കൊണ്ട് പോലീസുകാരനെ താങ്ങിയത്. എന്തായാലും കേസ് കോർട്ടിലേക്ക് പോയി. വെസ്റ്റ്വുഡ് കോടതി കയറി. പോലീസുകാരൻ അത്ര വലിയ സീരിയസ് ഇഞ്ചുറി ഇല്ലാത്തതുകൊണ്ട് തന്നെ 1 വർഷത്തെ ഡ്രൈവിംഗ് ബാനും 80 മണിക്കൂറത്തെ അൺപെയ്ഡ് വർക്കും 700 പൗണ്ട് ഫൈനും ചുമത്തി ആ വിധി പാസാക്കി. ഇപ്പൊ മനസ്സിലായില്ലേ ആൾ ഇത്തിരി ടെററാണെന്ന്? ഇതാണ് ഗൈസ് ഒരു സമയത്ത് ബംഗളൂരു FC-യുടെ എല്ലാമായ ഇപ്പൊ നമ്മുടെ എല്ലാം വികാരമായ ആഷ്ലി വെസ്റ്റ്വുഡിനെ കുറിച്ച് ആർക്കും അറിയാത്ത 5 കാര്യങ്ങൾ. ഇപ്പൊ മാച്ചിന് ശേഷം പോസ്റ്റ് മാച്ച് ഡിസ്കഷനായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.